ഹായ്, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഹോം ഡെക്കോർ ഐറ്റമാണ് കേട്ടോ. ക്ലേ കൊണ്ടുള്ളൊരു ഹോം ഡെക്കോർ ഐറ്റം, ഒരു ഗോൾഡൻ ക്ലേ ലീഫ്. ഇത് നിങ്ങൾക്ക് ജ്വല്ലറി ഡിഷായിട്ടോ അല്ലെങ്കിൽ ക്യാൻഡിൽ വെക്കാനോ എന്തെങ്കിലും ഡെക്കറേഷൻ പർപ്പസിന് യൂസ് ചെയ്യാം. കാണാൻ നല്ലതാണ്, ഒത്തിരി ബുദ്ധിമുട്ടൊന്നുമില്ല, നിങ്ങൾക്കിത് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, മോഡലിംഗ് ക്ലേ വേണം, പിന്നെ ഗോൾഡൻ കളർ പെയിൻറ്റ് വേണം. വേറൊന്നും ഇതിനാവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് റോക്കോ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ മോഡലിംഗ് ക്ലേ ആണ്. അത് നമുക്ക് ലീഫിൻ്റെ ഷേപ്പിൽ മോൾഡ് ചെയ്തെടുക്കണം. അപ്പോൾ ക്ലേ പരത്താനായിട്ട് ആദ്യം നമ്മളൊരു പ്ലാസ്റ്റിക് ഷീറ്റ് താഴെ വിരിക്കുക, എന്നിട്ട് വേണം ക്ലേ പരത്താൻ, അല്ലെങ്കിൽ ക്ലേ താഴെ സ്റ്റിക്ക് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ക്ലേ പരത്തിയെടുക്കാം. നിങ്ങൾ ഏത് ലീഫാണോ എടുക്കുന്നത് ആ ലീഫിൻ്റെ സൈസിനനുസരിച്ചിട്ട് ക്ലേ പരത്തിയെടുക്കുക. എൻ്റെ ലീഫിന് അത്യാവശ്യം ലെങ്ത്തൊക്കെ ഉണ്ട്, അപ്പോൾ കുറച്ച് നീളത്തിലാണ് ഞാൻ പരത്തിയെടുക്കുന്നത്. ഞാൻ എടുത്തിരിക്കുന്ന ലീഫ് കണ്ടല്ലോ, നിങ്ങൾക്ക് ഏത് ലീഫ് വേണമെങ്കിലും എടുക്കാം കേട്ടോ, ആ ഷേപ്പിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന ലീഫിന് കുറച്ചും കൂടെ നീളമൊക്കെ ഉണ്ട്, അപ്പോൾ കുറച്ചും കൂടെ ക്ലേ വേണം. ഏകദേശം സൈസ് ശരിയായിട്ടുണ്ട് കണ്ടോ. ഇനി ഞാൻ ഇത് ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇടാൻ പോവുക. കാരണം ഈ സൈഡിൽ ഞാനിങ്ങനെ വിരൽ വെച്ച് പ്രസ് ചെയ്തിട്ട് ഫുള്ള് വിരലിൻ്റെ പാടായിട്ടുണ്ട്. അപ്പം ഞാൻ ഓപ്പോസിറ്റ് സൈഡിലേക്ക് ഇടാൻ പോവുകയാണ്. എന്നിട്ട് നമ്മുടെ ഈ ചപ്പാത്തിയൊക്കെ പരത്തുന്ന കോലില്ലേ, അത് വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കുക. അത് എന്തിനാന്ന് വെച്ചാൽ ഒരു യൂണിഫോം തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് ഓവർ തിക്കാവാനും പാടില്ല, നല്ലോണം തിന്നാവാനും പാടില്ല. അപ്പോൾ ഒരു യൂണിഫോം തിക്നെസ്സിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഒന്ന് പരത്തി കൊടുക്കുകയാണ്. അപ്പോൾ ചെറുതായിട്ട് അതിൽ ഇതിൻ്റെ പാട് വന്നിട്ടുണ്ട്, പേപ്പർ ചുളിഞ്ഞിരുന്നതിൻ്റെ പാട് വന്നിട്ടുണ്ട്. ഇച്ചിരി കട്ടിയുള്ള പ്ലാസ്റ്റിക് ഷീറ്റാണ് എടുക്കുന്നത് വെച്ചാൽ ഇങ്ങനത്തെ ഉള്ള പാടുകളൊക്കെ നമുക്ക് ഒഴിവാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ആ പാടുകളുടെ ഒരു ഇത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ളം കൊണ്ടൊന്ന് സ്മൂത്താക്കി എടുക്കുകയാണ് സർഫേസ്. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഇല എടുത്തിട്ട് ക്ലേയിൽ വെച്ച് നന്നായിട്ട് പ്രസ് ചെയ്യുക. അപ്പോൾ ഇലേൻ്റെ ഓരോ വെയിൻസിൻ്റെ ഇംപ്രഷനും കറക്റ്റായിട്ട് ക്ലേയിൽ പതിയും. ഒരു ബുദ്ധിമുട്ടുമില്ല, ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് നന്നായിട്ട് അമർത്തി കൊടുത്താൽ മതി. നല്ലോണം നീങ്ങാതെ അമർത്തി കൊടുക്കുക. അങ്ങനെ പ്രസ് ചെയ്തതിൻ്റെ ശേഷം നിങ്ങൾക്ക് എക്സ്ട്രാ വരുന്ന ക്ലേ കണ്ടല്ലോ, ഇലയുടെ രണ്ട് സൈഡായിട്ടും ഇലയുടെ ചുറ്റും കാണാം. അപ്പോൾ അതൊരു നൈഫ് വെച്ചിട്ടോ എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ള ബ്ലേഡ് വെച്ചിട്ടോ എന്ത് വെച്ചിട്ടായാലും കട്ട് ചെയ്ത് കളയുക. ഞാനിവിടെ ഒരു പെൻസിലാണ്, ഷാർപ്പായിട്ടുള്ളൊരു പെൻസിലാണ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ എക്സ്ട്രാ വരുന്ന ക്ലേ മാറ്റുക. എല്ലാം മാറ്റുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും കറക്റ്റ് ഓരോ വെയിനിൻ്റെ ഇതും കറക്റ്റായിട്ട് പതിഞ്ഞിട്ടുണ്ട് കണ്ടോ. ഇനി ഇതിൻ്റെ അരികൊന്നും അത്ര സ്മൂത്തായിട്ടല്ല ഇരിക്കണേ, ഭയങ്കര അൺഈവണായിട്ടായിരിക്കുന്നത്. അതൊരു നൈഫ് വെച്ച് കട്ട് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി വൃത്തിക്ക് കിട്ടും കേട്ടോ. ഞാൻ ഈ പെൻസിൽ വെച്ച് ചെയ്തുകൊണ്ടാണ് ഇത് ഇത്രയും ഇതായിപ്പോയത്. പക്ഷെ നമുക്കത് വെള്ളം വെച്ചിട്ട് ഒന്ന് സ്മൂത്താക്കി കൊടുക്കാവുന്നതാണ്. ഈ വാട്ടർ കളറിൻ്റെ ലിഡ് എന്തിനാന്ന് വെച്ചാൽ, എനിക്ക് ഈ ലീഫിൻ്റെ രണ്ട് സൈഡും ഇച്ചിരി പൊങ്ങിയിട്ട് ഇരിക്കണം. അപ്പോൾ ഞാൻ ഈ ഇല ഈ ലിഡിൽ ഇറക്കി വെക്കുകയാണ്, എന്നിട്ട് രണ്ട് സൈഡും ജസ്റ്റ് പൊക്കി കൊടുക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് ഇങ്ങനെ ഇരിക്കേണ്ട, പ്ലെയിനായിട്ട് നിലത്ത് പതിഞ്ഞിരിക്കുന്ന പോലെ ഇരിക്കണമെങ്കിൽ ചുമ്മാ വെച്ച് ഡ്രൈ ആക്കിയാലും മതി. എനിക്ക് ഇച്ചിരി പൊങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ഒരു പാത്രത്തിൽ വെച്ചത്. ഇനി കുഴിഞ്ഞിരിക്കണമെങ്കിൽ കുഴിയുള്ളൊരു പാത്രത്തിൽ വെച്ചാൽ മതി. ഇനി നമുക്കിതിൽ ഗോൾഡൻ പെയിൻറ്റ് അടിക്കാം. ചിലപ്പോൾ 2 കോട്ടൊക്കെ അടിക്കേണ്ടി വരും. ഇതാണ് ഫിനിഷ്ഡ് പ്രൊഡക്റ്റ്. ഞാൻ ഫുള്ള് പെയിൻ്റ് അടിച്ച് കഴിഞ്ഞു. പെയിൻറ്റ് ഡ്രൈ ആയിട്ടുണ്ട്. ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമല്ലേ, അധികം പണിയൊന്നുമില്ലല്ലോ കണ്ടോ. ഇപ്പോൾ ഇതാ ഞാൻ ക്യാൻഡിൽസ് വെച്ചിട്ട് കാണിക്കുകയാണ്. എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ.
എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും, ഒരു ബുദ്ധിമുട്ടും ഇല്ല. ക്ലേ മോഡലിങ്ങിൻ്റെ ടൂൾസിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി നിങ്ങളുടെ കയ്യിൽ ക്ലേ ഇല്ല എങ്കിൽ വീട്ടിൽ എങ്ങനെ ക്ലേ ഉണ്ടാക്കുക എന്നുള്ളൊരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും സ്റ്റേ ഹാപ്പി. ബൈ.